ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. വെൽക്കം ടു കീർത്തന സുബ്രഹ്മണ്യൻ ഇൻ വണ്ടർലാൻഡ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. തന്നെ അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മിനി വ്ളോഗ് ഇട്ടായിരുന്നു ബർത്ത്ഡേ മിനി വ്ളോഗ് കാണാൻ എന്തായാലും. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കേക്കും പിന്നെ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നു, അത് കിട്ടി. പിന്നെ മാലയും കമ്മലും പിന്നെ ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ മുമ്പത്തെ പ്രാവശ്യത്തിൻ്റെ ബർത്ത്ഡേയിൽ കുറച്ച് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്, അപ്പോൾ അത് പുതിയതായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ അത് വാങ്ങിച്ചില്ല, മറ്റേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മുമ്പത്തെ പ്രാവശ്യം ക്യാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്രാവശ്യം ക്യാൻഡിൽ വാങ്ങിച്ചു കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇനി 17 വയസ്സാണ് ആവാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ 17 വയസ്സിൻ്റെ ക്യാൻഡിലാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ അങ്ങോട്ട് പോവാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ് ഫ്രണ്ട്സ്, കാരണം ഡെക്കറേഷൻ അവിടെയാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പം ബെഡ്ഷീറ്റ് അവിടെ വിരിക്കുകയാണ്, ഞാൻ അച്ഛനും കൂടിയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത് ഫ്രണ്ട്സ്. ഫസ്റ്റ് തന്നെ ബെഞ്ചിലും ഡെസ്കിലായിട്ട് ബെഡ്ഷീറ്റ് വിരിക്കുക ഫ്രണ്ട്സ്. ആ പിങ്കാണ് ഞാൻ ഫസ്റ്റ് വിരിക്കുന്നത്. അപ്പോൾ പിങ്ക് ഈ സൈഡിൽ ശരിയപ്പോൾ മറ്റേ സൈഡിൽ കുറച്ച് ചെരിഞ്ഞു, അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അതായത് ശരിയായിട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു പിങ്ക് കളർ ബെഡ്ഷീറ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനുണ്ട് ഫ്രണ്ട്സ്. കുറേ ബെഡ്ഷീറ്റ് ഉണ്ട്, എന്നാലും ഇങ്ങനത്തെ ഈ ഡിസൈൻ കുറച്ച് നല്ല രസമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വരച്ചത് ഫ്രണ്ട്സ്. അങ്ങനെ ആ ബെഡ്ഷീറ്റ് റെഡിയാക്കിട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ രണ്ടാമത്തെ ബെഡ്ഷീറ്റ് ഒരു ബ്ലൂ കളറാണ് ഫ്രണ്ട്സ്, അത് അടിയിലത്തിലാണ് വിരിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ്. അങ്ങനെ അത് ശരിയായിട്ടോ ഫ്രണ്ട്സ്, അതാണ് ഞാൻ ചിരിക്കുന്നത് ഫ്രണ്ട്സ്. അങ്ങനെ രണ്ടാമത്തെ ബെഡ്ഷീറ്റ് വിരിക്കാൻ പോവാണ് കേട്ടോ. അതൊരു ബ്ലൂ കളറാണ് കേട്ടോ, പ്ലെയിൻ കളറാണ്, അങ്ങനെ കുറേ ഡിസൈനൊന്നുമില്ല. മറ്റേതിൽ ഒരു ഡിസൈനുണ്ട്, ഇതിൽ ഡിസൈനിലോട്ട് ഒരു ബ്ലൂ കളറാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എന്തോ അവിടെ വെക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ആ ബെഡ്ഷീറ്റ് വിരിക്കാൻ പോകുന്നു ഫ്രണ്ട്സ്. അങ്ങനെ അപ്പോൾ ആ ബെഡ്ഷീറ്റ് വിരിക്കാനുണ്ട് ഫ്രണ്ട്സ്, ഞാൻ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ബെഡ്ഷീറ്റ് കൂടി അവിടെ വിരിച്ചു കേട്ടോ ഫ്രണ്ട്സ്. ഇനി മറ്റേ ഡെക്കറേഷനുകളൊക്കെ അവിടെ ചെയ്യാനുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എന്ന് വെച്ചാൽ എഴുതിയാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാണ്ട്, പിന്നെ ബലൂൺസ്, പിന്നെ കുറച്ച് ഈ സൈഡിലൊക്കെ ഇങ്ങനെ തോരണം, ഇതൊക്കെ തൂക്കണം, അത് അങ്ങനെ കേട്ടോ. സൈഡിലൊക്കെ നല്ല ഭംഗി ഡിസൈനൊക്കെ ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ എന്താ സംസാരിക്കാനുണ്ട് ഫ്രണ്ട്സ്, എന്താണ് എവിടെ വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഫ്രണ്ട്സ്. അതിന് ശേഷം ഞാനിവിടെ പറയാണ് എവിടെ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് ഫ്രണ്ട്സ്. ഇനി അടുത്തത് ഫ്രണ്ട്സ്, നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ അത് റെഡി ആയിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സ്. ഇതാണ് രണ്ട് ബെഞ്ചിലും ഡെസ്കിലായിട്ട് പിങ്കും ബ്ലൂ ആയിട്ടുള്ള ഭംഗിയായിട്ട് റെഡിയാക്കിയിട്ട് ഫ്രണ്ട്സ്. അതിന് ആ ക്യാപ്പ് വെച്ച് നോക്കാണ്ട് ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ ക്യാപ്പ്. അപ്പോൾ ആ ക്യാപ്പ് മുമ്പുള്ള ഓർഡർ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ അത് വെച്ചു. അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ഒരു പോസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ വരയ്ക്കും. അപ്പോൾ എനിക്ക് വരയ്ക്കാൻ നല്ല ഇഷ്ടമാണ് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ഞാൻ വരച്ച കുറേ പടമുണ്ട്, കുറേ ടൈപ്പ് പടങ്ങളുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ വരച്ച പടങ്ങൾ ഇതാണ്, ഇത് ഒരെണ്ണം നവരാത്രിയുടെ അന്ന്. പിന്നെ ഇത് ജയ് മാതാദി ദേവിയുടെ ഒരു പടം, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പടം, കുറേ പടങ്ങളുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ ഓരോ പടങ്ങളായിട്ട് ഇത് ഞാൻ ഫുഡിൻ്റെ ആയിട്ട് ഫ്രണ്ട്സ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനെ പലതരം ഫുഡ്സിൻ്റെ ആണ് ഫ്രണ്ട്സ്. കുറേ ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒട്ടിക്കാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ്. ഞാൻ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതും, ബലൂൺസൊക്കെ വെക്കും, പിന്നെ അതൊക്കെ തൂക്കും. അതിൻ്റെ അടിയിലായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്ന അടിയിലായിട്ട് ഞാൻ വരച്ച ഫോട്ടോസൊക്കെ അവിടെ ഇടൂട്ടാം. അപ്പോൾ അതാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകും, നല്ല രസം ഉണ്ടാകും കാണാൻ. ഒരു വെറൈറ്റി ആയിട്ടാണ്, ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഫ്രണ്ട്സ്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അച്ഛനെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. ഫസ്റ്റ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പടം വെച്ചു, പിന്നെ ദേവിയുടെ പടം വെച്ചു, പിന്നെ നവരാത്രിയുടെ ആ പടം വെച്ചു, പിന്നെ ഫുഡിൻ്റെ കാര്യമാണ് ഫ്രണ്ട്സ്. അങ്ങനെ കാണിച്ചു തരണ്ട എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനാണ് ട്രൈപോളാണ് വീഡിയോ എടുക്കുന്നത് ഫ്രണ്ട്സ്. കുറേ നാളിന് ശേഷമാണ്, കാരണം സാധാരണ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറ്, അല്ലെങ്കിൽ അച്ഛനെടുത്ത് തരും. അപ്പോൾ ട്രൈപോളിൽ എടുക്കാമെന്ന് വെച്ചു, കാരണം എനിക്കും കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട്. അപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഡബിൾ സൈഡ് ടേപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ആ ഡബിൾ സൈഡ് ടേപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. മറ്റേ ടേപ്പിനായിട്ടും നല്ലതാണെന്നാണ് അച്ഛൻ പറയണത്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഇതെടുക്കും, അതിൻ്റെ ബാക്കിലായിട്ട് 2 ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കും. കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇവിടെ ഒരെണ്ണം വയ്ക്കും, അത് ഊരും. മറ്റേ സെൻറ്ററിലും വേണമെങ്കിൽ വെക്കാം, പക്ഷേ സെൻറ്ററിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങോട്ട് ചെരിഞ്ഞു പോകും, ചിലപ്പോൾ കാറ്റത്ത് ഒരെണ്ണം മാത്രമല്ല വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പക്ഷേ രണ്ടെണ്ണം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, സെൻറ്ററിൽ വെക്കാണ്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് തൂക്കാം, നല്ലപോലെ പശയായിട്ട് ഒട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ 3 വെച്ചിട്ടുണ്ടെങ്കിൽ 4ാമത്തെ ഞാൻ തന്നെ ഒട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഇതുപോലെ ചെയ്തു ഒട്ടിച്ചു കേട്ടോ ഫ്രണ്ട്സ്. നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് അത് ഒട്ടിച്ചു കേട്ടോ ഫ്രണ്ട്സ്. 2 സൈഡായിട്ട് വെച്ചിട്ട് അത് ഒട്ടിച്ചു ഫ്രണ്ട്സ്. അങ്ങനെ 4 ഫോട്ടോസ് ഒട്ടിച്ചു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 4ാമത്തെ ഫോട്ടോ വെച്ചു, ഒരു ലവ് എന്ന് എഴുതി നല്ല ഭംഗിയുള്ള ഡിസൈൻ. പിന്നെ നമ്മളെല്ലാം ഒരുമിച്ചായിട്ട് കാണിച്ചു ഫ്രണ്ട്സ്. വെജിറ്റബിൾസിൻ്റെയും പിന്നെ ഒരു വേറെ ടൈപ്പ്, പിന്നെ ഓസോണ്ടയുടെ ഒരു വരച്ചിട്ടുണ്ടായിരുന്നു, അത് മുമ്പത്തെയായിരുന്നു. മറ്റേതൊക്കെ അടുത്ത് വരച്ചാണ് ഫ്രണ്ട്സ്. അങ്ങനെ എല്ലാം ഒരുമിച്ചായിട്ട് വെച്ചു ഫ്രണ്ട്സ്. ഞാൻ കാണിച്ചു തരാനുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ സന്തോഷമായി, എല്ലാം റെഡി ആയിട്ട് ഫ്രണ്ട്സ്. അങ്ങനെ പോസൊക്കെ കാണിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് പുതിയ ടൈപ്പാണ് കേട്ടോ, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വെറൈറ്റി ആയിട്ടെന്ന് വെച്ചാൽ അച്ഛൻ സമ്മതിച്ചു. അച്ഛനാണ് ഐഡിയ തന്നത്, ഇങ്ങനെ
ഒരു ചേഞ്ച് വരുത്തുന്നത് ഫ്രണ്ട്സ്. അങ്ങനെ 7 എണ്ണം വെച്ചിട്ടോ, കാരണം ഇനി സ്ഥലമില്ല, കാരണം ഇനി മറ്റേ സാധനങ്ങളൊക്കെ വെക്കേണ്ടത്, അതുകൊണ്ടാണ്. ഇനിയും കുറേ ഫോട്ടോസ് ഉണ്ട്, അപ്പം എല്ലാം വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെയാണ് നമ്മൾ വെക്കേണ്ടത്, അപ്പോൾ ഇവിടെയാണ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ വെക്കേണ്ടത്, അപ്പോൾ അതിൻ്റെ അടിയിലാണ് വെക്കേണ്ടത് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെക്കാമെന്ന്, എന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഫസ്റ്റ് HAPPY എന്ന് എഴുതിയിട്ട് അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്സ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഒരെണ്ണം എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ HAPPY മറ്റൊരു ബർത്ത്ഡേ അങ്ങനെ വെക്കാൻ വെച്ചു. പിന്നെ അവിടെ മാറ്റിയിട്ടോ, കാരണം അതാകുമ്പോൾ ഇവിടെ ഫോട്ടോസ് കാണില്ല ഫുള്ളായിട്ട്, പിന്നെ അത് ചിലപ്പോൾ അതിങ്ങനെ വീഴും, കാരണം ഒട്ടിച്ചല്ലോ വെച്ചേക്കണം. ഒട്ടിച്ച് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് മുകളിൽ വെക്കാമെന്ന് വെച്ചാൽ, മുകളിലാണ് ശരിക്കും വെക്കേണ്ടത്, അതാണ് ഭംഗി. അപ്പോൾ ഞാൻ എന്താ ചെയ്തു, അവിടെ മുകളിൽ കലണ്ടറും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചു, കാരണം അതിൻ്റെ മുകളിലായിട്ട് വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഹാപ്പി എന്നുള്ളത് സെറ്റായിട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ അതിലും ഡബിൾസായിട്ട് ടേപ്പാണ് ഒട്ടിച്ചിട്ട് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ബേർഡ് എന്നുള്ളത് ഒട്ടിച്ച് ഫ്രണ്ട്സ്. അതിന് ശേഷം ബലൂണാണ് ഒട്ടിച്ചത് ഫ്രണ്ട്സ്. ഇതാണ് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബലൂൺ ഊതുന്ന കാര്യമുണ്ട് ഫ്രണ്ട്സ്. ബലൂൺ 3 കുറേ ഉണ്ട്, പക്ഷെ ചിലതൊക്കെ ഓട്ട ചെയ്തുകൊണ്ട് ഊതാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറേ അങ്ങനെ ഉണ്ട്, എന്താണെന്നറിയില്ല, അങ്ങനെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതാണ് 2 എണ്ണം വെച്ചോളൂ, വൈറ്റ് ഒരെണ്ണം വെച്ചോളൂ, പിങ്ക് ഒരെണ്ണം വെച്ച്, ലൈറ്റ് പിങ്ക്. പിന്നെ അധികം വലുതായിട്ട് ഊതാനില്ല, കാരണം വലുതായിട്ട് ഊതാൻ ശരിയാവണില്ല, അത് തന്നെ ചെറുതായി പോകുന്നു. പിന്നെ ചിലതൊക്കെ ഊതാൻ പറ്റണേ ഇല്ല, അപ്പോൾ മാക്സിമം പറ്റണ പോലെ ചെയ്താൽ മതി, ചെറുതായിട്ടായാലും കുഴപ്പമില്ല, ജസ്റ്റ് ബലൂണാണെന്ന് മനസ്സിലായാൽ മതിയല്ലോ. അതുകൊണ്ട് അങ്ങനെ ബ്ലൂ ഊതാണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ചേട്ടനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. ചേട്ടൻ ഒരു നൂതി അങ്ങനെ 3 എണ്ണം വെച്ചിട്ട് ഫ്രണ്ട്സ്. അങ്ങനെ സെറ്റായി 3 എണ്ണം നല്ല ഭംഗിയുണ്ട് കാണാൻ. കാരണം ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെ ഒരെണ്ണം മുകളിൽ 2 എണ്ണം സൈഡിലായിട്ടിട്ട് സെറ്റായി വൈറ്റും പിങ്കും ബ്ലൂ റെഡി ആയിട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഇവിടെ വെച്ചോണ്ട് ചെയ്തിട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, 2 ലൈറ്റായിട്ട് വെക്കുന്നുണ്ട്. എനിക്ക് 10ാം ക്ലാസ്സിൽ ഈ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കിട്ടിയ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ്. അത് ലൈറ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. അതിന് ശേഷം ഞാൻ ഇങ്ങനെ അരങ്ങ് തൂക്കാനുള്ള കാര്യം വെച്ച് കേട്ടോ ഫ്രണ്ട്സ്. അരങ്ങ് തൂക്കുന്ന കാര്യം റെഡി ആയില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ എല്ലാം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ വെക്കാൻ നോക്കിയിട്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് ഒരു വളമോ ഇങ്ങനെ ഡിസൈനായിട്ട് വയ്ക്കാൻ നോക്കിയത്, പക്ഷെ അത് ശരിയായില്ല കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഉദ്ദേശിച്ച പോലെ വന്നില്ല. അപ്പോൾ ഞാൻ നോക്കുകയാണ് എവിടെ വെക്കാമെന്ന്, പശ കുട്ടിച്ച് വെച്ചു, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ല കേട്ടോ ഫ്രണ്ട്സ്. ഞാനത് എടുത്തു, ഇത് പച്ച കളറാണ് കേട്ടോ, ഞാൻ എടുത്തു. പിന്നെ വേറെ എന്താ ചെയ്യാൻ നോക്കി കേട്ടോ ഫ്രണ്ട്സ്. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഒരു റെഡ് കളറും ഒരു ഗ്രീൻ കളർ ഒരു യെല്ലോ കളറും ഉണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ എൻട്രൻസിൽ നമ്മൾ ഇങ്ങോട്ട് ഹോളിലേക്ക് വരുന്ന ആ ഡോറിൻ്റെ അവിടെ 2 തൂക്കിയിട്ടോ, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ ഇങ്ങനെ ആ പച്ച ഇങ്ങനെ വെക്കാൻ നോക്കി കേട്ടോ, അതും ശരിയായില്ല കേട്ടോ ഫ്രണ്ട്സ്. അത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ ഉദ്ദേശിച്ചു, എന്താണ് വേറെ എന്തോ ടൈപ്പ് ഉദ്ദേശിച്ചു, പക്ഷെ അതുപോലെ ആയില്ല. പിന്നെ എന്താണെന്ന് പറയുക, കുറച്ചാകുമ്പോഴേക്കും അത് ഫുള്ളാവണില്ല, കാരണം അത് കുറച്ചും കൂടി വലുതാണ്. ആ ചുമര് കുറച്ച് ചെറുതാണ് ഇതിനെക്കാട്ടും, ഈ അരങ്ങിനായിട്ട് കുറച്ചുകൂടി വലുതാണ്, കുറച്ചുകൂടി വലുതാണ് കേട്ടോ, അതുകൊണ്ട് പറ്റിയില്ല. അപ്പം ഞാൻ അതും ശരിയായില്ല. പിന്നെ ഞാൻ അവിടെ തന്നെ വെക്കാൻ വെച്ചു, ഈ യെല്ലോയും റെഡിൻ്റെ ഒപ്പം തന്നെ കേട്ടോ ഫ്രണ്ട്സ് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അങ്ങനെ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഇങ്ങനെയാണ് വെച്ചത് കേട്ടോ ഫ്രണ്ട്സ്, പക്ഷേ അങ്ങനെ ശരിയായില്ല. അങ്ങനെ പിന്നെ വേണമെന്ന് വെച്ചു മറ്റേതും ഇങ്ങനെ തന്നെ വെച്ചു, ഇങ്ങനെ വെക്കാൻ നോക്കി. പിന്നെ എന്താണ് അപ്പോൾ മറ്റേത് ഊരിപ്പോയിട്ട് ഫ്രണ്ട്സ്, അത് ഇടയ്ക്കിടയ്ക്ക് ഊരുണ്ടായിരുന്നു, കാരണം പശയല്ലേ ഫ്രണ്ട്സ്, അങ്ങനെ നിൽക്കണില്ല, കുറച്ച് പാടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ് റെഡും യെല്ലോനെ പോലെ തന്നെ ഗ്രീനും വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ഞാൻ ഊരി എന്നിട്ട് അത് ശരിയാക്കി കേട്ടോ ഫ്രണ്ട്സ്. കാരണം അതാകുമ്പോൾ കുറച്ച് ഭംഗി ഇങ്ങനെ തൂങ്ങിണ്ടാകും, 3 ഒരേപോലെ ആകുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാകും. നമ്മൾ ഇതിൽ കാണുമ്പോൾ ഇങ്ങനെ എല്ലാം ഒരേപോലെ ആകുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാകും. അങ്ങനെ വെച്ചു. അതിൻ്റെ ഇടയിൽ പശ ഉണ്ടായിരുന്നു, അത് ഇട്ടു കേട്ടോ, അതെടുത്ത് റെഡിയാക്കി. കുറച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ, പോസിറ്റീവ് ആണ് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് എല്ലാം കാര്യങ്ങളും റെഡി ആയിട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ഞാൻ നെക്സ്റ്റ് ഇവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഇതെന്താണ് നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ നമ്മൾ തൂക്കിയിടാൻ വേണ്ടി ഇടുന്നതല്ലേ, അത് വെച്ചിട്ട് ഞാനിങ്ങനെ ഇവിടെ ഈ ആ സൈഡിലായിട്ട് വെക്കുകയാണ് ഫ്രണ്ട്സ്. നെക്സ്റ്റ് അപ്പോൾ ഒരെണ്ണം വെച്ചു, പിങ്ക് കളറാണ്. ഇനി നെക്സ്റ്റ് വെക്കാനുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ വേറെ ഒരെണ്ണം എടുക്കുകയാണ്, ഇത് മഞ്ഞ കളറാണ് കേട്ടോ ഫ്രണ്ട്സ്. മഞ്ഞ എന്ന് പറയാം, ഒരു മറ്റേ മഞ്ഞപ്പൊടിയുടെ കളറുള്ള ഒരു മഞ്ഞയാണ് കേട്ടോ ഫ്രണ്ട്സ്. കുറേ ടൈപ്പ് ഉണ്ട്, ഗോൾഡൻ യെല്ലോ ഉണ്ട്, പിന്നെ എന്താ ലൈറ്റും ഡാർക്കുള്ള യെല്ലോ ഉണ്ട്.
അപ്പം അങ്ങനെ അതൊക്കെ അങ്ങനെ അത് മഞ്ഞ കളർ വെക്കാണ്ട് ഇതിലും ഡബിൾസ് എല്ലാം ഡബിൾസ് ആയിട്ട് തന്നെ കേട്ടോ മറ്റേ ടൈപ്പ് ഉണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് മഞ്ഞ കളർ വെക്കാണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ മഞ്ഞ റെഡിയാക്കി ഇതൊരു മഞ്ഞപ്പൊടിയുടെ മഞ്ഞ കളറാണ് കേട്ടോ ഫ്രണ്ട്സ്. അതും റെഡിയാക്കി കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് രണ്ടും റെഡിയാക്കി ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ, എന്തോ പറയുന്നുണ്ട്. അതും റെഡിയാക്കി കേട്ടോ ഫ്രണ്ട്സ്. എന്താണ് ഇനിയും വെക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഫ്രണ്ട്സ്. അങ്ങനെ രണ്ടെണ്ണം വെച്ചു ഈ രണ്ട് സൈഡായിട്ട്. പിന്നെ ഇതിന് വയ്ക്കാൻ സ്ഥലമില്ല, അപ്പോൾ എന്താണ് പിന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം ഇപ്പോൾ തന്നെ ഓക്കെ ഉണ്ട് ഒരുവിധം. അവിടെയും വെച്ചിട്ടുണ്ട്, ഇവിടെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബെസ്റ്റ് വിഷസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയത്. ആ ബെസ്റ്റ് വിഷസ് ഇത് നല്ല ഭംഗിയിൽ ഇപ്പോഴും കത്തുന്നുണ്ട് ഫ്രണ്ട്സ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു പ്രത്യേക രസം. ഒരു കുപ്പീൻ്റെ ഉള്ളിലാണ് ഫ്രണ്ട്സ്. അങ്ങനത്തെ കുറേ ആൾക്കാർ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഫ്രണ്ട്സ്. അതിപ്പോഴും വർക്ക് ആവുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ചെറുതായിട്ട് മിന്നുന്നു, ഇടയ്ക്ക് മാത്രം അങ്ങനെ മിന്നുന്നല്ലാണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമായിട്ട് ഉണ്ടാവാറില്ല കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ കത്താറുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഫ്രണ്ട്സ്. അങ്ങനെ ശേഷം മറ്റേ ലാമ്പാണ് ഫ്രണ്ട്സ്. ലാമ്പ് നിങ്ങൾക്ക് അറിയാണ്ടാവില്ലേ, നിങ്ങൾ വാങ്ങിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ കറണ്ടൊക്കെ പോകുമ്പോൾ പിന്നെ ഇപ്പോൾ ക്യാൻഡിലിൻ്റെ പകരം ഇതും റെഡിയാക്കി വെക്കുന്നു. അപ്പം അങ്ങനെ ലാമ്പും കത്തിച്ച് വെച്ചു. കാരണം ഒരു സൈഡിൽ മാത്രം ലൈറ്റായിട്ടാണ്, മറ്റേ സൈഡൊന്നും ഇല്ലാണ്ട് ഒരു ചേഞ്ച് ആയിട്ട് ഞാൻ ആ സൈഡിൽ വെച്ചു. ഇതുപോലത്തെ ഒരെണ്ണം ഇല്ല, അതുകൊണ്ടാണ്. ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ചാണ്, അപ്പോൾ കറക്റ്റായാണ്. പക്ഷെ അങ്ങനത്തെ ഇല്ല. ഞാനത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ ചോദിക്കുകയാണ് ഇനിയും വെക്കണമെന്ന്. അപ്പോൾ എന്താണ് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ നോക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നാലും ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട്. എന്താണ് എന്തോ ചോദിക്കുന്നത് അച്ഛനോട് ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ ഞാനിങ്ങനെ നോക്കിയതൊരു സാധാരണ അടിയിൽ വയ്ക്കാമെന്ന് വെച്ചു. പിന്നെ വേണ്ടാന്ന് വെച്ചു. എന്താണ് തിരിച്ച് കൊണ്ടുപോയിക്കാമെന്ന് വെച്ചു കേട്ടോ. ചിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ അത് റെഡി കേട്ടോ. രണ്ട് സൈഡ് ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ട്. ഹാപ്പി ബർത്ത്ഡേ നല്ല ഭംഗിയുണ്ട്. ഫുള്ളായിട്ട് ഡെക്കറേഷൻ നല്ല രസമായിട്ട് വരുന്നുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഞാൻ എൻ്റെ 17 എന്നുള്ള ക്യാൻഡിലാണ് വെക്കുന്നത് ഫ്രണ്ട്സ്. അതിപ്പോഴല്ല, അത് ബർത്ത്ഡേ. പിന്നെ എൻ്റെ ക്യാപ്പും വെക്കുന്നുണ്ട്, ബർത്ത്ഡേ ക്യാപ്പ്. ഇനി കേക്ക് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ ക്യാൻഡിൽ ആവശ്യമുണ്ടോ. ക്യാൻഡിൽ കേക്കിന് മുകളിൽ വെക്കില്ല, പക്ഷേ സൈഡിൽ വെക്കും. പിന്നെ ക്യാപ്പിന് തലയിൽ വെക്കും കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ എന്തായാലും ഒരു ഫോട്ടോ എടുക്കാനാണ് കേട്ടോ, അച്ഛനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇതെങ്ങനെയാണ് ഒന്നുകൂടി ഒന്ന് ഭംഗിയിൽ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാൻ പറയും. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചതാണ് ഫ്രണ്ട്സ്. അങ്ങനെ അതൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്യാണ് ഫ്രണ്ട്സ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ ഞാൻ തന്നെ പാടിയതാണ് കേട്ടോ. അങ്ങനെ എന്താണ് കേക്ക് കട്ട് ചെയ്തു അടിപൊളിയായിട്ട്. എന്താണ് അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തു, അച്ഛന് കൊടുത്തു. വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്, നല്ല കേക്കാണ്. നല്ല ഭംഗിയിൽ പൂവിൻ്റെ ഡിസൈനൊക്കെ ചെറിയ കേക്ക് ഉണ്ട്. ഞാൻ ചാറ്റിന് കൊടുത്തു ഫ്രണ്ട്സ്. ചാറ്റിന് വീഡിയോ കൊണ്ട് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ് കാണിക്കാത്തത്, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കേക്ക് കൊടുത്തു ഫ്രണ്ട്സ്. എന്താണ് ഞാൻ എല്ലാവരും വിളിക്കാറൊന്നുമില്ല ഞങ്ങൾ. ഇനിയിപ്പോൾ എനിക്ക് തരാനുള്ള കാര്യമാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അച്ഛൻ്റെ എന്താ പറയുക, ഞാൻ അച്ഛന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്രണ്ട്സ്. അച്ഛനൊരു കുഞ്ഞ് പീസ് എടുക്കുകയാണ്, ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് തരാൻ വേണ്ടിയാണ് ഫ്രണ്ട്സ്. അങ്ങനെ കുഞ്ഞൊരു പീസ് എടുത്ത് എനിക്ക് തന്നു. ഞങ്ങൾ ചെറുതായിട്ട് വീഴാൻ പോയി, പക്ഷേ അത് കഴിച്ചു കൂട്ടാ. വീണൊന്നുമില്ല കേട്ടോ, കറക്റ്റായിട്ട് കഴിച്ചു കൂട്ടാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അമ്മ തരാണ് ഫ്രണ്ട്സ്. അമ്മ എടുത്തു എനിക്ക് തന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ അമ്മ നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇടാൻ പറഞ്ഞപ്പോൾ അമ്മ ഡ്രസ്സ് ഒരുങ്ങി റെഡിയായി കേട്ടോ ഫ്രണ്ട്സ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി. അച്ഛനും അതുപോലെ തന്നെയാണ് ഒരുങ്ങി. എൻ്റെ പുതിയ ഡ്രസ്സാണ്, അപ്പോൾ അങ്ങനെ ചെയ്തു ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ എന്തോ ചെയ്യാണ് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ഇനി അച്ഛന് എന്തോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ എന്താണ് ലൈറ്റ് ഇടാൻ പറയാൻ തോന്നുന്നുണ്ട്, അതോ എന്തോ കാര്യം ചെയ്യാൻ പറയാൻ തോന്നുന്നുണ്ട്. അതെ, ലൈറ്റ് ഇടാൻ തന്നെയാണ് ഫ്രണ്ട്സ്. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടു. ഇപ്പോൾ കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, എന്താണെന്നറിയില്ല. അതാണ് ഞാൻ ലൈറ്റ് ഇടാൻ പറഞ്ഞത്. എന്നാലും കുറച്ച് ചെറുതായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാൻ എന്തോ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് എൻ്റെ ഡ്രസ്സും എൻ്റെ ഒരുങ്ങിയതൊക്കെ എങ്ങനെയാണെന്ന് ഭംഗിയായിട്ട് പറയാണ്ട് ഫ്രണ്ട്സ്. നല്ല ഭംഗിയുണ്ട്, കമ്മലും മാലും ഇതൊക്കെ ഇട്ട് ഒരുങ്ങി എന്താണ് റെഡി ആയിട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് അച്ഛനെന്തോ കാര്യം പറയാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എന്താണെന്ന് ഫ്രണ്ട്സ്. അങ്ങനെ പറയാനുള്ള കാര്യം എന്നാൽ ഞാൻ അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിൽ നിന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കേട്ട് നോക്കൂട്ടാ. ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ കാർത്തികിൻ്റെയും കീർത്തനയുടെയും അച്ഛൻ ആണ്. സിന്ധു ആണ് എൻ്റെ ഭാര്യ. വളരെ ലളിതമായി തുടങ്ങിയ എൻ്റെ ജീവിതം ഒരു ക്രിയാത്മകമായ ഒരു ജീവിത ശൈലിയാണ്. സ്വതസിദ്ധമായ കഴിവ് വളർത്തി അതിലൂടെ പ്രശസ്തിയിലേക്ക് ഉയരുക എന്ന് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ആ ഒരു ക്രിയാത്മകത കീർത്തനയിൽ കണ്ടതുകൊണ്ട് കീർത്തനയും ആ ഒരു ലെവലിൽ തന്നെ വളർത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. കാർത്തിക് അക്കാഡമിക്കാണ്, സ്വന്തമായി പഠിച്ച് ജോലി നേടിയ ഒരു വ്യക്തിയാണ്. സ്വന്തമായി തന്നെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയുന്നവളാണ്.
ഞാനാണ്. എന്നാൽ കീർത്തന അക്കാഡമിക് അല്ല. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും സയൻസോ മാത്സോ ഒന്നും തലയിലേക്ക് കയറ്റുവാൻ കഴിയാതെ വന്നതുകൊണ്ട് അവളുടെ താല്പര്യത്തിനനുസരിച്ച് അവളെ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ശൈലി. 40 വർഷമായി വിദ്യാഭ്യാസ മേഖലയിലുള്ള ഞാൻ എനിക്ക് എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് അറിയാം. അതിനനുസരിച്ച് മാത്രമേ ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തുകയുള്ളൂ. എൻ്റെ മുകളിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർ എന്നേക്കാൾ കഴിവുള്ളവർ ആയിരിക്കണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ കീർത്തനയെയും അവരുടെ ക്രിയാത്മകതയിലൂടെ തന്നെയാണ് വളർത്തുന്നത്. എന്തെങ്കിലും നേരിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്നോട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായ ചില ഉത്തരങ്ങളൊക്കെ പറയാനായിട്ട് ഉണ്ട്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തുന്നുവോ അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെയും വളർത്തുന്നത്. സിന്ധുവിന് അച്ഛൻ്റെ ഒരു അപാകത ഉള്ളതുകൊണ്ട് അവളുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ ഞാൻ കാണുന്നു. അച്ഛൻ തന്നെയാണ് ഞങ്ങളുടെ സംസ്കാരത്തിൽ മുന്തിയ സ്ഥാനം നൽകേണ്ടത്. ഒരു തരത്തിലും കീർത്തനയെ തെറ്റായ രീതിയിൽ വളർത്തുന്നതിനെ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. ആ പ്ലാനുകൾ നിങ്ങൾ താനേ കണ്ടുകൊള്ളൂ. ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ ദിനത്തിൽ കീർത്തനയ്ക്കും അതേപോലെ കാർത്തികനും സിന്ധുവിനുമൊക്കെ നല്ല ഒരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിടാന്ന് വെച്ചു ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ മീൻസ് വലിയ പീസ് എടുത്ത് കഴിച്ചില്ല, ജസ്റ്റ് കൊടുത്തപ്പോൾ കഴിച്ചു. ഇനിയിപ്പോൾ പീസ് എടുത്ത് കഴിക്കണം, പിന്നെ ബാക്കി അതിൻ്റെ ഉള്ളിൽ വെക്കണം. കാരണം എന്താണ് എല്ലാം ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. കുറച്ച് വലിയ കേക്കാണ് ഫ്രണ്ട്സ്. മുമ്പത്തെ പ്രാവശ്യം ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അത് ഒരു വട്ടത്തിലുള്ള കേക്കായിരുന്നു, പക്ഷേ ഇത് കുറച്ചുകൂടി വലുതാണ്. ഇങ്ങനത്തെ ഷേപ്പിലുള്ളതാണ് ഫ്രണ്ട്സ്, റെക്ടാങ്കിൾ ഷേപ്പിൽ കുറച്ച് വലുതാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് മുറിച്ചിട്ട് നല്ല പീസായിട്ട് ഇടണം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ അച്ഛനെ ഹെൽപ്പ് ചെയ്യാണ് ഫ്രണ്ട്സ്. അമ്മ പാത്രം എടുത്ത് കൊണ്ടുവരാണ്, കാരണം പാത്രത്തിലിടണം. അവരുടെ നല്ല വലുതായി പോയി. നല്ലതാണ്, വലുത് ആവശ്യമുണ്ട്. അവരുടെ നല്ല വലുതും മറ്റേത് കുറച്ച് ചെറുതും സാധാരണ ഒരു ചോട്ടുപാത്രമാണ് ഫ്രണ്ട്സ്. അപ്പോൾ അത് കറക്റ്റാവുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ആദ്യം തന്നെ എന്താ പറയുക, ഒരു പ്ലേറ്റും ഉണ്ട്. ഞങ്ങൾക്ക് 4 പേർക്കും കഴിക്കാനുള്ളത് വെക്കുകയിൽ, പിന്നെ ബാക്കിയുള്ള ഇതെന്താണ് അപ്പം ഞാൻ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അമ്മയ്ക്ക്. അമ്മ അത് കൊണ്ടുപോവാണ്. അപ്പോൾ എന്താണ് ആ മിഠായി ആയിരിക്കും ഫ്രണ്ട്സ്. ഞാൻ മിഠായി ചുറ്റുമിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ബർത്ത്ഡേ കേക്കിന് വെറൈറ്റി ആയിട്ട് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുമ്പത്തെ പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു. ഈ ചുറ്റുമായിട്ട് ഇടുന്ന ഒരു ഭംഗി ഉണ്ടായിരുന്നു, അത് നല്ലൊരു വെറൈറ്റി ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ മിഠായി എടുത്തിട്ട് കവറിനുള്ളിലായിരുന്നു. അത് പുറത്ത് അവിടെ ബർത്ത്ഡേ കേക്കിന് ചുറ്റുമിട്ടു. അത് തിരിച്ച് വെക്കാനുള്ള കാര്യം ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ അച്ഛൻ കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അച്ഛൻ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ ഫ്രണ്ട്സ്. എന്താണ് 2 കത്തി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഈ ബർത്ത്ഡേ കേക്കിന് വരുമ്പോൾ ഒരു കത്തി കിട്ടുമല്ലോ, അങ്ങനെ അതല്ല. അങ്ങനത്തെ നമ്മൾ കറക്റ്റ് കുട്ടികൾക്ക് മറ്റേതല്ലല്ലോ, മറ്റേ സ്റ്റീലല്ലേ ഇത്. സാധാരണ നമ്മൾ ഈ പ്ലാസ്റ്റിക് കൊണ്ട് അങ്ങനത്തെ അല്ല, ഇതുകൊണ്ട് സാധാരണ വുഡ് പോലത്തെ ഒരു കളറുള്ളത് അത് വെച്ചാണ് ഞാൻ മുറിച്ചിട്ട് ഫ്രണ്ട്സ്. അതെനിക്ക് കറക്റ്റ് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അത് അച്ഛൻ മറ്റേത് വെച്ചാണ്, ശരിക്കുള്ള കത്തി വെച്ചാണ്. ഞാൻ മറ്റേത് വെച്ചാണ് കേട്ടോ മുറിക്കുന്നത്. അപ്പോൾ ഞാനും ഹെൽപ്പ് ചെയ്യുന്നത്, ഞാൻ മുറിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ ഹെൽപ്പ് ചെയ്യണം. അച്ഛനും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ട് ഡ്രസ്സ് കാണാനും. ഇതായത് ഫ്രണ്ട്സ് ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്ത ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതും എങ്ങനെയുണ്ടെന്നും പിന്നെ ഡ്രസ്സും അതൊക്കെ എങ്ങനെയുണ്ടെന്നും പറയണം. നിങ്ങളുടെ അവിടെ എങ്ങനെ ആഘോഷിക്കുകയാണെന്ന് നിങ്ങൾ പറയണം. ഞങ്ങളിങ്ങനെ ആൾക്കാരെ വിളിക്കാറൊക്കെ ഉണ്ട്. ചെറിയ കുട്ടിയെപ്പോലുള്ള ബർത്ത്ഡേനൊക്കെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഇപ്പോൾ എന്താണ് ഇനിയും കുറച്ച് പൈസ വരുമ്പോൾ ഞങ്ങൾ ആൾക്കാരൊക്കെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എന്തോ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാണ് ഞാൻ മുറിച്ച് തരാമെന്ന് പറയാണ് ഫ്രണ്ട്സ്. അങ്ങനെ മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ഓരോ ഇങ്ങനത്തെ കുഞ്ഞു പീസായിട്ട് മുറിക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ കഴിക്കാൻ എളുപ്പമുണ്ടാവും. പിന്നെ ഞാൻ എന്താണ് ചേട്ടന് കൊടുക്കാണ് കഴിക്കാൻ വേണ്ടി കേക്ക്. നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിക്കാൻ ഞങ്ങൾക്ക് 4 പേർക്കും കഴിക്കാനുള്ളതാണ് വെച്ചത്. ബാക്കിയെല്ലാം അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ചെയ്യണത് ഫ്രണ്ട്സ്. അങ്ങനെ ഓരോന്നായിട്ട് മുറിക്കാനുണ്ട് ഫ്രണ്ട്സ്. എല്ലാം റെഡിയായിട്ട് മുറിക്കുകയാണ്. ഒരുവിധം എല്ലാം ചെയ്തു. പിന്നെ അതിൽ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്,
ചെറിയുള്ള ഭാഗവും പിന്നെ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ കീർത്തനാണെന്നുള്ള ഭാഗമാണ് ഞാൻ കഴിച്ചിട്ട്. എൻ്റെ ഹാപ്പി ബർത്ത്ഡേന്നും കീർത്തന ആ മുഴുവൻ കഴിച്ചില്ല എന്ന് വെച്ചാൽ ആ ഭാഗത്തിൻ്റെ ഒരു കുഞ്ഞി പീസാണ് കഴിച്ചിട്ട് ഫ്രണ്ട്സ്. കുറേ കഴിക്കാൻ പറ്റില്ല, കാരണം എന്താണ് ഞങ്ങൾ ഒരു 1 മണിയാകുമ്പോഴേക്കാണ് കേക്ക് മുറിച്ചിട്ടോ ഫ്രണ്ട്സ്. കാരണം ഡെക്കറേഷൻ കാര്യം ചെയ്യണം, പിന്നെ ഒരുങ്ങണം, കുറച്ച് നേരം എടുത്തത് കൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല, എന്നാലും അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ വലിയ പീസ് കഴിച്ചില്ല, എന്നാലും പീസ് കഴിച്ചു, കേക്കൊക്കെ കഴിച്ചു. ഞാനാണ് കുറച്ച് വലിയ പീസ് എടുത്ത്, കാരണം ബർത്ത്ഡേകളല്ല അതുകൊണ്ട്. അങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ഓരോന്നായിട്ട് മുറിച്ചിട്ട് ആ പാത്രത്തിൽ ഈ പാത്രത്തിലായിട്ട് മിക്സ് ചെയ്തിടാണ് ഫ്രണ്ട്സ്. ആ പാത്രത്തിൽ അധികം കുള്ളിലെ കുഞ്ഞി പാത്രമല്ലേ, പക്ഷെ മറ്റേതിൽ കുറേ കുള്ളും കുറച്ച് വലിയ പാത്രമാണ്, അത്യാവശ്യത്തിന് കൊള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതെന്താണ് ഞാൻ ഓരോന്നായിട്ട് പെട്ടെന്നായിട്ട് ഇടാണ് കേട്ടോ ഫ്രണ്ട്സ്. സുഖമായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, കാരണം എൻ്റെ കയ്യിലാവുന്നുണ്ട് ഒന്നാമത്. ഞാൻ ഒരു കയ്യിൽ എൻ്റെ പ്ലേറ്റ് പിടിച്ചേക്കാണ് കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത്, മറ്റേ കയ്യിൽ എന്താണ് ഇങ്ങനെ എന്താണ് ഞാൻ ഇതൊക്കെ കൊണ്ട് അതിൻ്റെ ഇടാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഓരോന്നെടുത്ത് അതിൽ കയ്യിൽ കേൾക്കും, അത് കഴിക്കും ഫ്രണ്ട്സ്. അങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് ഓരോന്ന് ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എളുപ്പമായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട്, മറ്റേ കത്തി വെച്ചിട്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയ കത്തി വെച്ചിട്ട് പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്നായിട്ട് മുറിക്കാണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് അങ്ങനെ കാര്യങ്ങളൊക്കെ മുറിച്ചു ഫ്രണ്ട്സ്. ഈ തയ്ച്ച ഡ്രസ്സ് ഞങ്ങൾ സാരി വെച്ചാണ് തയ്ച്ചിട്ടോ ഫ്രണ്ട്സ്. എൻ്റെ അമ്മയുടെ സാരി വെച്ചാണ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ല രസമായിട്ട് തയ്ക്കണം ആൻറ്റിയാണ് ഫ്രണ്ട്സ്, അതുകൊണ്ടാണ് നല്ല ശരി. ഞാനൊരു ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. ആ ഡിസൈൻ പോലെ തന്നെ തയ്ച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. അതിൽ സിബ്ബൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പാടുപെട്ടിടാം, എന്നാലും നല്ല രസമുണ്ട് കാണാൻ. ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഗൗൺ പോലെ തന്നെ ഉടുപ്പാണ് കേട്ടോ, ഒരു ഉടുപ്പെന്ന് പറയാൻ പറ്റും, ഒരു ഗൗൺ പോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം മുറിച്ചു തോന്നുന്നുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ അച്ഛന് കഴിക്കാൻ കൊടുക്കാണ് കേട്ടോ കേക്ക്. ഇനി ഞാനിപ്പോഴല്ല കഴിച്ചത്, ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് കഴിച്ചത് കേട്ടോ. കാരണം എന്താണ് ഇനിയിപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാനുള്ള കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ അച്ഛൻ കഴിക്കുന്നുണ്ട് കേക്ക് ഫ്രണ്ട്സ്. ഇനി എന്താണ് ഫ്രണ്ട്സ്, ഞാനപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ കേക്ക് വെക്കുകയാണ് ഫ്രണ്ട്സ്. വേഗം തന്നെ ചെയ്താൽ അപ്പോൾ ഞാൻ അമ്മ വന്നപ്പോഴേക്കും അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കേക്ക് കൊടുക്കാറുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ ചെറിയ പീസ് മതി എന്ന് പറഞ്ഞോളൂ, കാരണം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയം അതുകൊണ്ടാണ്. എന്നാലും കേക്ക് കഴിക്കാണ്ട് പറ്റില്ല, കേക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ചെറിയൊരു പീസ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു പീസ് കഴിച്ചു കേട്ടോ. എന്താണ് അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് മിഠായിക്കായ ഒരു കവറുണ്ട്, ആ കവറിൻ്റെ ഉള്ളിൽ മിഠായി വെച്ചു, മറ്റേ പാത്രത്തിൻ്റെ ഉള്ളിൽ കേക്കും വെച്ചു. അങ്ങനെ എല്ലാം റെഡി ആയിട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാം കേക്ക് വെച്ചു കേട്ടോ ഫ്രണ്ട്സ്. ഇനി ഞങ്ങൾ കുറച്ചാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്തുള്ള കടയിലത്തെ ആൾക്കാരും. പിന്നെ ഞങ്ങൾക്ക് ഈ തയ്ച്ചെന്ന ചേച്ചി തയ്ച്ചെന്ന ആൻറ്റീൻ്റെ അടുത്തേക്ക് കൊടുത്തു, കാരണം നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ നല്ല ഭംഗിയിൽ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ തയ്ച്ചു തന്നുള്ളൂ ഫ്രണ്ട്സ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ പുതിയൊരു ടൈപ്പാണ്. ഈ കളർ ഡ്രസ്സ് എനിക്ക് ഉണ്ടായിരുന്നില്ല, പിങ്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഈ വയലറ്റ് കളർ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെ ഉള്ള ഡിസൈനൊക്കെ നല്ല ഭംഗിയിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ തയ്ച്ചു തന്നു, എനിക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് എന്താണ് എല്ലാം കേക്കൊക്കെ വെച്ചു. ഞാൻ എല്ലാവർക്കും കൊടുത്തു, ഇനി ഞാനാണ് കഴിക്കാറുള്ളത് ഫ്രണ്ട്സ്. അങ്ങനെ എല്ലാം അതിനുള്ളിലേക്ക് വെച്ചു, ഇനി കഴിക്കാനുള്ള സമയമുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അവിടെ വെക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ആ മറ്റേ അരങ്ങുള്ള സാധനം തിരിച്ച് വെക്കാറുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ എന്തോ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തോ പറയുന്നുണ്ട്, എന്താണ് ഞാൻ ചിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇടയ്ക്ക്. അങ്ങനെ എല്ലാം കേക്ക് വെച്ചു ഫുള്ള് എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചു ഫ്രണ്ട്സ്. ഞങ്ങൾ ആ ക്യാൻഡിൽ സൈഡിൽ വെച്ചു. ആ ക്യാൻഡിൽ അപ്പം തന്നെ കൊണ്ടുപോയി, കാരണം അത് എന്താ പറയുക, ക്യാനിലധികം ചിലപ്പോൾ ആ കേക്കിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഉരുകുമല്ലോ ഫ്രണ്ട്സ്. അങ്ങനത്തെ ഇതാണ്, മറ്റേ ക്യാൻഡാണ്, നമ്പർ എഴുതിയ ക്യാൻഡാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഉരുകാണ്ടിരിക്കാൻ വേണ്ടിയാണ്, കേക്കിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഫ്രണ്ട്സ്. കുഴപ്പമൊന്നുമില്ല, എന്നാലും എല്ലാം വെച്ചു, സെറ്റായിട്ട് ഫുൾ സെറ്റായി. അങ്ങനെ എല്ലാം വെച്ച് ക്ലീനായിട്ട് ഫ്രണ്ട്സ്. ഞാൻ എന്തോ ചെയ്യാണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ഫുൾ ചെയ്തു കേട്ടോ ഫ്രണ്ട്സ്, എല്ലാം കൊണ്ടുപോയി. ഞാൻ കഴിക്കാണ്ട് ഫ്രണ്ട്സ് കേക്ക് നല്ല ടേസ്റ്റായിരുന്നു. വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, എനിക്കിഷ്ടമാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റാണ് ഫുൾ വാങ്ങിക്കാറ്, ബ്ലാക്ക് ഫോറസ്റ്റ് പിന്നെ റെഡ് വേറെ കുറേ ഉണ്ടായിരുന്നു. ഇതിന് 600 രൂപയാണ് ഫ്രണ്ട്സ്. കുറേ കേക്ക് ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ ഞങ്ങൾ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു 500-600 പൈസ ഉള്ള കേക്കാണ് ഞങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്. 500-നാണ് ഉദ്ദേശിച്ചത്, 400-500 ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളതാണ് 600, തുടങ്ങുന്നതാണ് 600. അതിനുള്ള കേക്കാണ് ഫ്രണ്ട്സ്. അപ്പോൾ എന്തോ അമ്മ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ കഴിക്കാനുണ്ട് ഫ്രണ്ട്സ്. കുറച്ച് വലിയ കേക്കാണ്, എനിക്കിഷ്ടമായിട്ടോ ഫ്രണ്ട്സ്, നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ കേക്ക് കഴിച്ചു. ഫ്രണ്ട്സ് പിന്നെ എൻ്റെ കമ്മലാണ് ഇങ്ങനെയുണ്ടെന്ന് പറയുന്നത് ഫ്രണ്ട്സ്. ഞാനത് വാങ്ങിച്ചതാണ് ഫ്രണ്ട്സ്, എനിക്ക് നല്ല ഇഷ്ടമായി. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ അത് ഞാൻ കേക്കൊക്കെ ഫുള്ള് കഴിച്ചു, നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ്. ഇനി കുറച്ച് ഇനി ആ ഡെക്കറേഷനുകളൊക്കെ റെഡിയാക്കാണ്ട്, ഡെക്കറേഷനൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഒരു ബെഞ്ച് കൂടി ഞാൻ പറയാൻ മറന്നു, ഒരു ബെഞ്ച് കൂടി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഒരു ഡെസ്കും കൂടി ഉണ്ട്. അതിൽ നമ്മൾ റെഡ് കളറുള്ള ഒരു ഇത് വരച്ചു കേട്ടോ, കാരണം അതിൻ്റെ മുകളിലാണ് കേക്ക് വെക്കേണ്ടത് കേട്ടോ, കേക്ക് വെക്കേണ്ടത് അതുകൊണ്ട്.
അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ഇങ്ങനെ വെക്കാമെന്നാണ് വെച്ചത് കേട്ടോ ഫ്രണ്ട്സ്. അത് മാറി പിന്നെ കുറച്ച് അമ്മയ്ക്ക് കൊടുത്തു വീണ്ടും, കാരണം കുറച്ച് വലിയ പീസല്ലേ അതുകൊണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഒരു ചെറിയ പീസ് കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ കുഞ്ഞു പീസ് കഴിച്ചു, കുറച്ച് അമ്മയ്ക്കും കൊടുത്തു. അങ്ങനെ എന്താണ് കേക്ക് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ബാക്കി മുഴുവൻ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ, കുറച്ച് അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് കേക്കൊക്കെ റെഡിയായി കഴിച്ചു. എന്താണ് ഞാനൊരു തംസപ്പ് ഇടുന്നുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ഫ്രണ്ട്സ്, നല്ല സന്തോഷമായി എനിക്ക് ഫ്രണ്ട്സ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു ഫ്രണ്ട്സ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ചു. പിന്നെ ഡെക്കറേഷനുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഫോട്ടോസ് 2-3 ദിവസം കഴിഞ്ഞിട്ട് മാറ്റാൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയിൽ ചേട്ടൻ എടുത്തതാണ്. പിന്നെ ഈ കേക്കിൻ്റെ ഫോട്ടോയും പിന്നെ ഈ ഫോട്ടോ എനിക്ക് ചേട്ടൻ എടുത്തതാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ അടിപൊളിയായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു, ഇഷ്ടം എന്താ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തോടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും വരാം. സോ ബൈ. അപ്പോൾ നിങ്ങളുടെ ബ്ലെസ്സിങ്സും വിഷസും എന്തായാലും അയച്ചു തരണം. സോ ബൈ, ലവ് യു ഓൾ.